हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्. 32ാമത്തെ ശ്ലോകം നമ്മളുടെ കഴിഞ്ഞു. കാമ കാമപ്രദ പ്രഭു എന്ന് കഴിഞ്ഞു. അപ്പം അതിനി വായിക്കണ്ട. നമുക്ക് 33ഉം 34ഉം ശ്ലോകം ഒന്ന് എടുക്കാം, വായിക്കാൻ എടുക്കാം. യുഗാധികൃത് എന്ന് തുടങ്ങുന്ന ശ്ലോകം 33ഉം 34ഉം ശ്ലോകം. യുഗാധികൃത് യുഗാവർത്തോ നൈഗമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിദനന്തജേത് ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ട ശിഖണ്ഡീനഹുഷോ വൃഷ ക്രോധഃ ക്രോധകൃത്കർത്ത വിശ്വബാഹുർമഹീധര. ഇന്ന് 302ാമത്തെ ഒന്ന് സെക്ഷൻ 301 കേട്ടോ, സൂക്ഷിച്ചോളൂ. മർഡറാണ് ശരിക്കും. ഈ നാമം ഒരു മർഡറസ് നാമം തന്നെയാണ്, നമ്മളെ കൊല്ലുവൻ. അപ്പോൾ സെക്ഷൻ 302 സൂക്ഷിക്കുക. 302ാമത്തെ ശ്ലോകത്തിലെ നാമം ഇന്ന് നൈകമായ ആണ് നാമം. നൈകമായ മീൻസ് ന ഏകമായ, ഒരു മായ എല്ലാവർഷം. അനേകം മായകളുള്ളവൻ, അനേകം രീതിയിലുള്ള മായകളുള്ളവൻ. വെറൈറ്റി ഓഫ് മാജിക് ഷോ. ഒരു ഷോ കാണിച്ചിട്ട് ഇങ്ങോട്ട് പോവല്ല, ഇതിൽക്കോട്ടെ വെറൈറ്റി. 100 ചില ഐറ്റംസ് ഉണ്ട്. ഓരോരോ സ്റ്റേജിൽ അതായത് സ്റ്റേജിന് വേണ്ട ആൾക്കാർക്ക് വേണ്ടുള്ള കളികൾ കാണിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? അനേക മായകളുള്ളവൻ. ഈ നാമം നമ്മൾ വേറൊരു രൂപത്തിൽ കണ്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടോ അറിയില്ല നിങ്ങൾക്ക്. അതീന്ദ്രിയോ മഹാമായ, മഹാമായ എന്നുള്ളൊരു നാമം നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വളരെ വിപുലമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് മായയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും തീരൂല്ല. അത് കാരണം അതിനെക്കുറിച്ച് എത്ര വേണേൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അത് ഏകമായ അല്ല, ഇനിയും ന ഏകമായാണ്, ഒരു മായയല്ല, എത്രയോ മായ, വെറൈറ്റി ഓഫ് മായാസ്. ഓരോരുത്തർക്കും ഓരോ മായയാണ്. അപ്പോൾ ഭഗവാന്റെ സൃഷ്ടികളെ ഒക്കെ സംരക്ഷിച്ച് പോരാൻ ചില്ലറ കളി കളിച്ചാൽ പോരാ ഭഗവാന്, അല്ലേ? എന്താ പറയണ? മനുഷ്യന്മാരുടെ കാര്യം തന്നെ എടുത്തോളൂ. പക്ഷിമൃഗാദികളും സസ്യലതാദികളൊക്കെ ആയിട്ടിരിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം ആദ്യം ചെയ്യാം. കുറച്ചൊരു സെൽഫിഷ് ആവുക. നമ്മളുടെ കാര്യം തന്നെ നോക്കൂ. എത്ര കോടാനുകോടി ജനങ്ങൾ ഓരോ സൃഷ്ടിയും വ്യത്യസ്തം. നോ ടു ഇൻഡിവിജ്വൽസ് ആർ അലൈക്ക്. കാണാൻ മാത്രമല്ല, മാനസിക സെറ്റപ്പ് കൊണ്ടും മെൻ്റൽ സ്ട്രക്ചർ കൊണ്ടും നമ്മൾ ആരും രണ്ടുപേര് ഒരേപോലെ അല്ല. എത്രയോ വ്യത്യാസങ്ങളുണ്ട്, ഇല്ലേ? ലോക ഭിന്ന രുചി എന്ന് പറയില്ലേ? മെൻ ആർ ഹെട്രോജനസ് ബൈ നേച്ചർ. അപ്പം ഇത്രയും വ്യത്യസ്തമായ വ്യക്തികളുടെ ഗുണങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളത്, ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളത്, പ്രകൃതി വ്യത്യസ്തമായിട്ടുള്ളത്, അനേക വ്യക്തികൾ. അപ്പോൾ ആ മാട്രിക്സ് എവിടെ എത്തി? അപ്പോൾ ഇത്രയും വ്യക്തികളുടെ സുഖ സൗകര്യങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെയൊക്കെ വെൽഫെയർ നോക്കണം.
ആലോചിച്ചു. ഇതിനൊക്കെയും പുറമെ സ്വന്തമായിട്ട് കൊടുത്തിട്ടുള്ള വാക്കുകൾ ഭഗവാൻ ഭക്തന്മാർക്ക്, നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല, യോഗക്ഷേമം വഹാമ്യഹം. ഇങ്ങനെ എടുത്ത പൊന്താത്ത സത്യങ്ങളിലാണ് പരപ്പുറത്ത് കയറി എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ. അതൊക്കെ പാലിക്കണ്ടേ? വാക്ക് വെറുതെ പോവില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വേസ്റ്റായിട്ട് പോകാത്ത വാക്കുകളല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ അത് നാമങ്ങളിൽ. വൃഥാ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല, വാക്കുകളൊന്നും പറയില്ല ആവശ്യമില്ലാതെ. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യമൊക്കെ പാലിക്കണം. സത്യസത്യ പരാക്രമയാണ് അദ്ദേഹം, ധർമ്മപരാക്രമിയാണ്, സത്യധർമ്മ പരാക്രമ. അപ്പോൾ നമേ ഭക്ത പ്രണശ്യതി യോഗക്ഷേമം വഹാമ്യം, അങ്ങനെയുള്ള വലിയ വലിയ എടുത്ത പൊന്താത്ത എന്താ പറയുക ശബ്ദങ്ങളൊക്കെയാണ് ഇവർ വെച്ച് കെട്ടിരിക്കണത് തലയിലേ. ഭഗവാൻ ഭക്തന്മാർക്ക് വരപ്രസാദം ജനറൽ എമിനിസ്റ്റ് സ്കീമിൽ വരം കൊടുത്തിരിക്കുക എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ നിറവേറ്റണ്ടേ? അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് ചില്ലറയില്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് നമുക്ക് വ്യക്തമായിട്ട് ചെറിയൊരു രൂപത്തിൽ നമുക്ക് മനസ്സിലാവും. ഒരു മിനിയേച്ചർ, വെരി 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 മിനിയേച്ചർ എന്ന് പറയാൻ വയ്യ, അതിനേക്കാൾ എത്രയോ മിനിയേച്ചർ സ്കെയിലിൽ നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് അത് സ്കെയിൽ മിനിയേച്ചറായിട്ടല്ല, അതെവിടെ കിടക്കണം ഇതെവിടെ കിടക്കും പറയാൻ പോകുന്ന ഉദാഹരണം. പക്ഷേ എങ്കിലും നമ്മൾക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലാവും. പണ്ട് കൂട്ടുകുടുംബമായിരിക്കുന്ന സമയത്ത് വലിയ തറവാടുകളിലെ വീട്ടമ്മോടൊന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെ വല്ലവരും ഇപ്പോൾ ആ പഴയ തറവാട്ടിൽ വീട്ടമ്മയായിട്ടിരുന്നവരും വല്ലവരും ഇപ്പോൾ നമുക്കറിയുന്നവരും വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ. ദേവികമ്മോടോ മഴമ്മോടോ ചോദിച്ചു വയ്ക്കൂ. ഇട്ടിച്ചിരിയമ്മോടോ അങ്ങനത്തെ പേരുകളൊക്കെ അവർക്ക് പണ്ടത്തെ കാലം. അവരോടൊന്ന് ചോദിക്കും. ഒരു കൂട്ടുകുടുംബം കൂട്ടുകുടുംബം എന്ന് വെച്ചാൽ അന്നത്തെ കൂട്ടുകുടുംബം ഒരു 50 ആളൊക്കെ ഉണ്ടാവും, വളരെ ഈസി ആയിട്ട്. 40-50 ആൾക്കാരുണ്ടാവും, മക്കളും മരുമക്കളും അവരുടെ കുട്ടികളും ഒക്കെ ആയിട്ട്. അങ്ങനെയുള്ള കൂട്ടുകുടുംബത്തിൽ ഒരു വീട്ടമ്മയുടെ പ്രാരാബ്ധം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എല്ലാ മക്കളെയും, അവനവൻ്റെ ഭർത്താക്കന്മാരെ, അവനവൻ്റെ അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ, കുട്ടികളെ, മരുമക്കളെ, മക്കളെ, എല്ലാവരുടെ സുഖസൗകര്യങ്ങളും നോക്കിയിട്ട് കൊണ്ടുപോകുന്നൊരു വീട്ടമ്മോട് ചോദിച്ചു നോക്കൂ അവരുടെ ബുദ്ധിമുട്ട്. താലങ്ങും വിലങ്ങും മക്കളും മരുമക്കളും. ഒരാൾക്ക് കാപ്പി മതിച്ചെങ്കിൽ ഒരാൾക്ക് ചായ, ഒരാൾക്ക് മുരിഞ്ഞ ദോശ വെച്ചാൽ ഒരാൾക്ക് വേവാത്ത ഇഡ്ഡലി. ഒരാൾക്ക് ഒരു ഭക്ഷണ സമയം, വേറൊരാൾക്ക് വേറൊരു ഭക്ഷണ സമയം. ഒരാൾക്ക് ഒരു കൂട്ടാൻ ഇഷ്ടം, വേറൊരാൾക്ക് വേറൊരു കൂട്ടാൻ ഇഷ്ടം. ഒരുത്തിന് ഉപ്പധികം വേണം, ഒരുത്തിന് മുളകധികം വേണം. വെറൈറ്റി ഓഫ് ചാലഞ്ചസ്. ഇവരെല്ലാവരും തൃപ്തിപ്പെടുത്തും വേണം. വീട്ടമ്മയ്ക്ക് എന്താ സുഖം ഉണ്ടാവുക? മക്കളും മരുമക്കളൊക്കെ മുഷിഞ്ഞിരുന്നാൽ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. അതുപോലെ ഭഗവാന്റെ സൃഷ്ടികൾ എപ്പോഴെങ്കിലും മുഖം വീർപ്പിച്ചിരുന്നാൽ ഭഗവാൻ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഭക്തന്മാർ. വീട്ടമ്മ വെള്ളം കുടിയും, ഇവരെല്ലാവരും കിട്ടി ഒന്നിച്ചു കൊണ്ടുപോകും അല്ലേ. എന്നാലും നോക്കൂ, നേരത്തിന് കലാക്കി എല്ലാവരെയും ഭക്ഷണം കഴിപ്പിക്കാൻ വിളിക്കുക. ധാരാളം സമയവും അവർക്കുണ്ടാവും. അപ്പുറത്ത് വേലിയുടെ ഇടയിൽ നിന്ന് മറ്റേ അപ്പുറത്തെ വീട്ടിലെ സർവന്യമ്മോട് സംസാരിക്കാൻ അവർക്ക് ധാരാളം സമയം ഉണ്ടാവും. ഇതൊക്കെ പണി ചെയ്തിട്ടും അമ്മ പുണ്യം പറയാ, അത്യധിഷ്ഠ ദശാങ്കുലം എന്ന് പറഞ്ഞ പോലെ ഇവരെയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് സമയം ബാക്കിയുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് മാനേജ് ചെയ്യണം? ആ വീട്ടമ്മോട് ചോദിക്കൂ, എന്ത് വിദ്യയാണ് അടുക്കളയിൽ ചെയ്തിരുന്നത്? ഒറ്റ കാര്യം എടുത്താൽ മതി, ഭക്ഷണകാര്യം എടുത്തോളും, മറ്റൊന്നും നോക്കണ്ട, അതൊക്കെ വിടുക. ഭക്ഷണകാര്യം കുട്ടികളുടെ ഇത്രയും മരുമക്കളുടെയും മക്കളുടെയും 10, 40, 50 ആൾക്കാരുള്ള വീട്ടിൽ എങ്ങനെയാണ്
അടുക്കളയിൽ എന്ത് മാജിക്കാണ് അമ്മ കാണിച്ചിരുന്നത് ഒന്ന് പറഞ്ഞുതരുമോ ചോദിക്കൂ. എത്ര പേരെ തൃപ്തിപ്പെടുത്തണം, എന്തെല്ലാം മായം കളിക്കണം, കർമ്മം കൊണ്ട്, വാക്കുകൊണ്ട് എല്ലാവരും തൃപ്തിപ്പെടുത്തണം. ഒരാൾ പറയും, അമ്മായേ കാപ്പിയിൽ പഞ്ചസാര പോരാ. ഓ പഞ്ചസാര ഇല്ലേ, ഇതുകൊണ്ടാ എപ്പട്ടരാ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. എന്നാ കുടിച്ചോ കുഞ്ഞോട്ടാ. ആ അപ്പോൾ പാകം കേട്ടോ. എന്താ പാകം? അമ്മായി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, വേറൊരു സ്പൂണിട്ട് ഇളക്കിയിട്ടേ ഉള്ളൂ. ഇവനിപ്പോൾ പഞ്ചസാര ഇട്ടിട്ടുണ്ടെന്നുള്ള ഭ്രമാവന്, ഇവനാകെ ഭ്രമാണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അമ്മായിന്ന്. അവൻ കുടിക്കും. അവൻ്റെ മാനസികാവസ്ഥ എങ്ങനെയാണ്? വെറുതെ ഒരു സ്പൂണിട്ട് ഇളക്കിയിട്ടേ ഉണ്ടാവുള്ളൂ. മായല്ലേ ഇത്? ഇങ്ങനെ തന്നെയാണ് നമ്മളെ ഭ്രമിപ്പിക്കുന്നത്. ഇല്ലാത്ത വസ്തു ഉണ്ടെന്ന് ധരിപ്പിക്കുക, ഇല്ലാത്ത പഞ്ചസാര ഉണ്ടെന്ന് ധരിപ്പിക്കുക, ഉള്ള വസ്തു ഇല്ലാതെ ധരിപ്പിക്കുക. ഈ അമ്മയുടെ അല്ലെങ്കിൽ അമ്മായിയുടെ ഒരു കാര്യം കണ്ടില്ലേ, എത്ര ബുദ്ധിമുട്ടുണ്ട് അവർ. അപ്പോഴാണ് ഒരാൾ എണീറ്റെന്ന് പറയാം, അമ്മേ ഈ കൂട്ടാനിൽ ഉപ്പ് കുറഞ്ഞല്ലോ, എന്താ കാര്യം? ഉപ്പ് കുറഞ്ഞ മോനെ? ഉവ്വ്, അതെ കൂടണ്ട വെച്ചിട്ടേ. ആ അതിനുള്ള മറുപടി കിട്ടി സമാധാനമായി അവന്. അപ്പോൾ വേറൊരാൾ ചോദിക്കും, അമ്മേ ഇതിൽ കുറച്ച് പുളി കൂടുതലാണല്ലോ, ആ അത് കുറയണ്ട വെച്ചിട്ടേ. അല്ലെങ്കിൽ പുളി കുറവാണല്ലോ, അത് കൂടണ്ട വെച്ചിട്ടേ. കുറവാണെന്ന് പറഞ്ഞാൽ കൂടണ്ട വെച്ചിട്ടാന്ന് പറയും, കൂടുതലെന്ന് പറഞ്ഞാൽ കുറയണ്ട വെച്ചിട്ടാന്ന് പറയും. ഇങ്ങനെ ഓരോരുത്തരോടും ചാതുര്യമായിട്ടുള്ള ഭാഷകളും സംസാരവും പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഓരോന്ന് കബളിപ്പിച്ച് ചെറിയ ചെറിയ ഈ സ്പൂൺ വിദ്യയൊക്കെ എടുത്ത് എല്ലാവർക്കും തൃപ്തിയാണ്, എല്ലാവർക്കും തൃപ്തിയാണ്. അങ്ങനെ ഈ വീട്ടിലെ കുട്ടികളെ ഒക്കെ എല്ലാവരും മയക്കെടുക്കും, എല്ലാവരും ഹാപ്പി, എല്ലാവരും ഹാപ്പിയാണ്. പ്രത്യേകിച്ച് മകളേക്കാൾ 5-6 വയസ്സ് കൂടുതലുള്ള മരുമകനേറ്റ വീട്ടിലുണ്ടെങ്കിൽ അവൻ്റെ കാര്യം കുശാല, അവന് പരമസുഖ. എന്താ അമ്മായിയുടെ ഒരു സ്നേഹം, എന്തോ കണ്ണു വെച്ചിട്ടാണേ. മകളെക്കാട്ടിൽ ഒരു 5 വയസ്സ് 6 വയസ്സ് കൂടുതലുണ്ടാവും, മരുമകനാണ്. അപ്പോൾ അവനില്ലാത്ത യോഗ്യത ഉണ്ടാവില്ല. ആരെങ്കിലും ചെന്നിട്ട് അമ്മായിയോട്, അതേ ഞങ്ങളുടെ മരുമകനില്ലേ കരുണാകരൻ, ആ കരുണാകരന് മഹാത്മാഗാന്ധിയെക്കാട്ടിലും കുറച്ച് ഗുണം കുറവുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും. എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയണം, മഹാത്മാഗാന്ധി എന്ത് ഗുണമുള്ളത്? മഹാത്മാഗാന്ധിയെക്കാട്ടിലൊക്കെ എത്ര മേലെയാവും നിൽക്കണം. എന്തിന്? മകളെ ശരിയാക്കാൻ. ഇല്ലേ, അങ്ങനെയൊക്കെയല്ലേ പണ്ടത്തെ കൂട്ടുകൂടും തമാശ പറയുന്നതാണ്. സബ്ജക്റ്റിന് സ്വല്പം വിട്ടു ഞാൻ. അങ്ങനെ ഒരു അമ്മായിയുടെ സ്നേഹം കണ്ട് ആ അമ്മായിയുടെ മയക്കത്തിൽ പെട്ട് മുറപ്പെണ്ണിൻ്റെ കല്യാണം കഴിച്ച ഒരാൾ, ഒരു സരസകവി, ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ടായിരുന്നു. അമ്മാളിലാർക്കുയരമേറിടുമെന്നു നോക്കാൻ അമ്മായി ഞങ്ങളെ വിളിച്ചരികത്തു നിർത്തും. ഇവിടെ വന്നടാ, മോളിവിടെ വരുമോ, ഒന്ന് എടുത്ത് നിൽക്കുമോ, എത്ര പേരുണ്ട്, പിന്നെ എത്ര പൊക്കുണ്ട്? അമ്മാളിലാർക്കുയരമേറിടുമെന്നു നോക്കാൻ അമ്മായി ഞങ്ങളെ വിളിച്ചരികത്തു നിർത്തും. ചുമ്മാ കളിച്ചു കരുണാകരനാണു ഭർത്താവെന്നൊക്കെ അല്ലി പരിഹാസരസം പൊഴിക്കും. അതേയ് കരുണാകരനെ എൻ്റെ ഭർത്താവാ. കണ്ണടച്ചിട്ട് മുഖം താഴ്ത്തിക്കിട്ട് ഓടിപ്പോവും നാണിച്ചിട്ട്. ഇല്ല, നാട്ടുകളിൽ രസ പരിപാടികളാണ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വീട്ടമ്മയുടെ ചുമതല എന്ന് പറഞ്ഞാൽ ചില്ലറയില്ല. അവനവൻ്റെ കാര്യം കുറച്ചൊക്കെ നോക്കണം, അതിൻ്റെ കൂടെ എല്ലാവരും തൃപ്തിപ്പെടുത്തണം. ഇപ്പോൾ അങ്ങനത്തെ കൂട്ടുകുടുംബമുണ്ടോ? എന്തൊരു രസമായിരുന്നല്ലേ ആ കൂട്ടുകുടുംബം. ഇപ്പം അങ്ങനത്തെ കൂട്ടുകുടുംബമുണ്ടോ? വലുത് ഇപ്പോൾ ഒക്കെ ന്യൂക്ലിയസ് പോയിട്ട് ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആവുമെന്നൊക്കെ തോന്നുന്നു. എല്ലാ ന്യൂക്ലിയസ് ഫാമിലിയിലും ന്യൂക്ലിയർ എക്സ്പ്ലോഷനാണ് നടക്കണം. കൂട്ടുകുടുംബത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വല്ല കഥനയാണ്, ആ മുട്ടോ ഓലപ്പടക്കട്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടുന്നല്ലാണ്ട് എങ്ങനെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഈ ന്യൂക്ലിയസ് ഫാമിലിയിൽ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ.
പോട്ടെ, ആ കാലമൊക്കെ പോയി. അപ്പം അതുകൊണ്ട് ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിക്കുന്നതും ഉള്ളത് ഇല്ല എന്ന് തോന്നിക്കുന്നതാണ് മായ, അല്ലേ? ഈ മായ ആണ് നമ്മളിൽ അജ്ഞാനമായിട്ട് നിൽക്കുന്നത്. അജ്ഞാനം കൊണ്ടാണ് ഈ മായ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ മായയാണ് നമ്മൾ അജ്ഞാനം ഉണ്ടാക്കുന്നത്. ഉള്ള വസ്തു അല്ല എന്ന് തോന്നിക്കുക, സത്യമായിട്ടുള്ളത് സത്യമല്ല എന്ന് തോന്നിക്കുക, സത്യമായിട്ടുള്ളത് അസത്യമാണെന്ന് തോന്നിക്കുക, അസത്തിനെ സത്യമായിട്ട് തോന്നിക്കുക. മായയുടെ അടിസ്ഥാനം അവിദ്യയാണ്, ഇഗ്നറൻസ്. പ്രകൃതിയുടെ രൂപത്തിൽ മായ വിശ്വത്തെ സൃഷ്ടിക്കുന്നു, ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിക്കുന്നു. ഈ സൃഷ്ടിയിൽ ആകപ്പാട് എന്താ ഉള്ളത്? ആകപ്പാടെ മായയുള്ളൂ എല്ലാം. മായ എന്ന് പറയുന്നത് എന്താ? ഭഗവാന്റെ വിഭൂതിയാണ്. ഭഗവാന്റെ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഭഗവാന്റെ വിഭൂതിയാണ് മായ. അപ്പോൾ ഭഗവാൻ തന്നെയാണ് സൃഷ്ടി മുഴുവൻ. പക്ഷെ നമുക്ക് അങ്ങനെയാണോ കാണാൻ പറ്റുന്നത്? ഇതെല്ലാം സൃഷ്ടിയിൽ ഓരോരുത്തർ വേറെ 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 ആയിട്ടല്ലേ. രാമേന്ദ്രൻ വേറെ, കേശവൻ വേറെ, നാരായണൻകുട്ടി വേറെ, തെങ്ങ് വേറെ, കഴുങ്ങ് വേറെ, ആന വേറെ, പൂച്ച വേറെ, പെരിച്ചാഴി വേറെ, അങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അത് ഇൻ എസൻസ് താത്വികമായിട്ട് അത് എരുമയാണോ, പോത്താണോ, പശുവാണോ, നായയാണോ, ആനക്കുട്ടിയാണോ, കൃഷ്ണൻകുട്ടിയേട്ടനാണോ, ഞാനാണോ, നിങ്ങളാണോ? ഇതാരുമല്ല. അഹം ന പൃഥ്വി ന ജലം ന വായു തദ്ബ്രഹ്മ നിഷ്കളമഹം ന ച ഭൂതസംഘ. സത്യം എന്താ? പരമ്പൊരുൾ, പരഞ്ജ്യോതി. അപ്പോൾ അല്ലാത്ത വസ്തുവിനെ ആണ് എന്ന് കണ്ട് ആയിരിക്കുന്ന വസ്തുവിനെ അല്ല എന്ന് കാണുന്നു. പരബ്രഹ്മത്തിനെ നമ്മൾ കാണുന്നില്ല. കാണുന്ന വസ്തു പരബ്രഹ്മം അല്ലേ. ഇനി കാണുന്ന വസ്തു സത്യമല്ല, സത്യത്തിനെ നമ്മൾ കാണുന്നുമില്ല. ഇല്ല, അതാണ് ഞാനല്ല എന്നും ഞാനല്ലാത്തത് ഞാനാണ് എന്നും തോന്നിക്കുന്നതാണ് ഈ ദിക്കുമുട്ടുണ്ടാക്കണം. നമുക്ക് ബുദ്ധിമുട്ടും ദിക്കുമുട്ടും, ഒരു ഡയറക്ഷൻ കിട്ടില്ല നമുക്ക്. കാരണം ശരിക്കുള്ള ഞാൻ ആരാന്ന് എനിക്കറിയില്ല. ശരിയല്ലാത്ത ഞാൻ ആണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എന്ന് പറയുന്നത് ഞാനല്ല എന്നും ഞാനല്ലാത്തത് ഞാനാണ് എന്നും തോന്നിപ്പിക്കണം. ഞാൻ ശരിക്കും ഇതൊന്നുമല്ല, പക്ഷെ അത് ഞാനാണെന്ന് തോന്നി. മൈ ബോഡി, മൈ മൈൻഡ്, മൈ ഇൻ്റലക്ട്, ഇതൊന്നും ഞാനല്ല, ഇതൊക്കെ എൻ്റെയാണ്. പക്ഷെ അത് എൻ്റെ ഭാവം എന്താ? അത് ഞാനാണ്. ഈ ശരീരം ഞാനാണ്, ദേഹം ഞാനാണ്. ഒരു ഭ്രമാണ്. നമുക്കറിയാം, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ ശരീരമല്ല, നമ്മൾ മനസ്സല്ല, നമ്മൾ ബുദ്ധിയല്ല, നമ്മൾ നായല്ല, നമ്മൾ ചെരുപ്പല്ല. ഇതൊക്കെ എൻ്റെ നായ, എൻ്റെ ചെരുപ്പ്, എൻ്റെ ദേഹം, എൻ്റെ മനസ്സാണ്. പക്ഷേ അങ്ങോട്ട് മണ്ടേ കയറില്ല. എന്തു ചെയ്യും? നമ്മുടെ പ്രവൃത്തി മുഴുവൻ ഇത് ഞാനാണ്, ഇത് ഞാനാണ്, ഇത് ഞാനാണ്, ഇതെൻ്റെയാണ്, ഐ ആൻഡ് മൈൻ. ഈ തിയറിയാണോ നമ്മുടെ? എന്താ കാരണം? ഈ ഐ എന്നുള്ളതിലും ആ മൈ എന്നുള്ള സാധനത്തിലും എന്താ അതിൻ്റെ തത്വം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഭഗവാൻ നമുക്ക് ഓരോ സമയത്തും മുന്നറിയിപ്പ് തരുന്നുണ്ട്. നമ്മളുടെ മാർഗത്തിലൂടെ എല്ലാ ദിക്കിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഡേഞ്ചർ ബോർഡ് കാണാനുണ്ട്. മായ, ഡേഞ്ചർ സോൺ, ബെൻഡ് ഹെഡ്, കർവ് ഹെഡ്, ഡീപ്പ് കർവ്, ഡീപ്പ് ഫോൾ, ബംപ് ഹെഡ്, ടേക്ക് കെയർ. ഒന്നുമില്ല, എന്തെല്ലാം എന്തൊക്കെ ബോർഡുകളാണ് നമുക്ക് വഴിയിൽ കാണാൻ പറ്റുക. പക്ഷെ അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. അത് സാരില്ല, നീ സൂക്ഷിച്ചു പോയാൽ മതി. ഭഗവത്ഗീതയിലൊക്കെ വളരെ വലിയ ബോൾഡായിട്ടുള്ള അക്ഷരത്തിലാണ്. ഹാലോജൻ ലാമ്പൊക്കെ വെച്ചിട്ടാണ് രാത്രി കാണാൻ ആ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന ശ്ലോകം ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ. ദേവീ ഹേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേവ യേ പ്രപദ്യന്തേ മായാമേതാതരന്തി തേ. ദുരിതമായിട്ടുള്ള മായയാണത്. ദേവീ ഹേഷ്യ ഗുണമയി.
മമ മായ ദുരത്യയ, എൻ്റെ മായ ദുരത്യമാണ് അർജുന, പിടിക്കാൻ കിട്ടില്ല അതിനെ. ഇത് പകിരി വിട്ട പോലെയാ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടി ഓട്ടി മറിയ, അവനെ പിടി കിട്ടുകയില്ല. പിടികിട്ടാ പുള്ളിയായിട്ട് നടക്കുക അവന്. ഇതോ ദുരത്യയ ഗുണമം ഈ എൻ ദിവ്യമായയം, എൻ്റെ ഈ ദിവ്യമായ ദുരത്യയ ഗുണമാണ്, ദുരത്യയമാണ്. വെരി പ്രിക്കേറിയസ്, വെരി ഡിഫിക്കൾട്ട്. ശരിക്കും പകുതി വിട്ട പോലെ തന്നെ. ഇവിടെ അങ്ങോട്ട് കത്തിയിട്ട് കാണാൻ അങ്ങോട്ട് പോകണം, അവിടെ കത്തി അങ്ങോട്ട് ചെന്നാൽ കാണാൻ അങ്ങോട്ട് പോകണം, ഇവിടെ ചെന്നാൽ കാണാൻ മേപ്പിട്ട് പോകണം. ഇതിന് എന്താ പോം വഴി? മമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ, എന്നെത്താൻ ആശ്രയിച്ചോരി മായയെയും കടന്നിടാം. അതിന് വഴിയുണ്ട്. എന്നെ ആശ്രയിച്ചാൽ മതി. എൻ്റെ പ്രോഡക്റ്റ് അല്ലേ അത്, എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ള കുണ്ടാമണ്ടി നൂലാമാല ഭഗവാൻ തന്നെ തീർക്കും. പക്ഷെ ഭഗവാനോട് പറയണം, അങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്കിത് കിടക്കാൻ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഭഗവാനെ, പറ്റണില്ല, എന്നെ കൊണ്ട് കിടക്കാൻ നോക്കിയിട്ട് പറ്റില്ല, എല്ലാ കഴിവുകളും ഞാൻ നോക്കി, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് ശരണാഗതി എടുത്ത് പറയണം. ശങ്കരാചാര്യർ എന്നോട് യോജിക്കണു. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, മായാശക്തി വിലാസകൽപ്പിത മഹാവ്യാമോഹ സംഹാരിണേ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ദക്ഷിണാമൂർത്തിയോട് പറയണം, മായാശക്തി വിലാസകൽപ്പിത മഹാവ്യാമോഹ, എന്നെ അസാമാന്യ ഒരു വ്യാമോഹത്തിലാണ് ഭഗവാൻ കൊണ്ട് വിട്ടത്. എന്താ കാരണം? മായാശക്തി വിലാസ കൽപ്പിത മഹാവ്യാമോഹം. ആ വാക്കുകളൊന്നും നോക്കൂ. ഒന്ന് മായ, അതിൻ്റെ ശക്തി, അതിൻ്റെ ഒരു വിലാസം, ഒരു വിലസിൽ ഇല്ലല്ലേ, എടുത്തിട്ട് ഇങ്ങനെ എല്ലാ ദിക്കിലും ഞാനാണ് ആദ്യാവസാനം എന്ന് കരുതിയിട്ട് എല്ലാ ദിക്കിലും ഇങ്ങനെ പോകണില്ല. ഞാനാണ് ആദ്യാവസാനം എന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കില്ലേ, ആ പന്തിയിലാണ് നടക്കണം. എല്ലാ ദിക്കിലും ഞാൻ 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 എന്ന് നടക്കുകയാണ്. ഉണ്ട് വിലസ് എന്ന് പറയില്ലേ നമ്മൾ നാടൻ ഭാഷയിലെ, എന്താ അവൻ്റെ ഒരു വിലസിൽ. അപ്പം മായാശക്തി വിലാസ കൽപ്പിത മഹാ, ഇറ്റ് ഈസ് ഇമാജിനറി. അത് ശരിക്കുള്ള ഒന്നുമല്ല, അത് കൽപ്പിതമാണ്, നമ്മൾ കൽപ്പിച്ചുണ്ടാക്കിയതാ. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. മായാശക്തി വിലാസ കൽപ്പിത മഹാവ്യാമോഹ സംഹാരിണേ, ടെറബിൾ ഡെലൂഷൻ. Terrible delusion created out of imaginary, unreal things. അതിനെ ആർക്കാ നശിപ്പിക്കാൻ പറ്റുക? മായാശക്തി വിലാസ കൽപ്പിത മഹാവ്യാമോഹ, അതിനെ സംഹാരിണേ, സംഹരിക്കുന്നവൻ ആരാ? ദക്ഷിണാമൂർത്തയേ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഗുരുവിന് തന്നെ അത് സംരക്ഷിക്കാൻ മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭഗവാന് തന്നെ അത് മാറ്റി കളയാൻ പറ്റുള്ളൂ. ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവ് തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് ഗുരു. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു എന്ന് കേട്ടിട്ടില്ലേ? വിഷ്ണു ശിവനും ബ്രഹ്മ ഒക്കെ ഗുരു തന്നെയാണ്. അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തയേ നമ. ഗുരുക്കന്മാരിൽ വെച്ച് ഗുരുനാഥനാണ് ദക്ഷിണാമൂർത്തി. അപ്പോൾ ആ ദക്ഷിണാമൂർത്തിയാണ് ഈ വ്യാമോഹത്തിൻ്റെ സംഹാരിണി. ഏത് വ്യാമോഹത്തിൻ്റെ? മായാശക്തി വിലാസ കൽപ്പിത മഹാവ്യാമോഹം, അതിൻ്റെ സംഹാരിണി, ദ ഡിസ്ട്രോയർ, ദി അനിഹിലേറ്റർ ഓഫ് ദിസ് ഗ്രേറ്റ് മായ ഈസ് നൺ അതർ ദാൻ ദക്ഷിണാമൂർത്തി, മീനിങ് ഭഗവാൻ ഹിംസെൽഫ്. സ്കന്ദപുരാണത്തിൽ എഴുതിയിട്ടുള്ള ഗുരുസ്തോത്രത്തിൽ അതന്നെ എഴുതിയിരിക്കണം. ഗുരുനാഥൻ തന്നെയാണ് കണ്ണു തുറക്കുക എന്ന് പറഞ്ഞിരിക്കണം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നോക്കൂ, എന്തൊരു സോബർ നാമത്. അജ്ഞാനതിമിരാന്ധസ്യ, അജ്ഞാനമായിട്ടുള്ള തിമിരം വന്ന് പെട്ടു കണ്ണിൽ.
കാഴ്ചക്കുറവ്, ശരിക്കുള്ളത് കാണാൻ പറ്റുന്നില്ല. തിമിരല്ലേ ഇത്? എന്ത് തിമിര? അജ്ഞാന കാട്രാക്ട്. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ. എന്താ മരുന്ന് ഒഴിക്കണ? ജ്ഞാന അഞ്ജനശലാകയ. അഞ്ജന എന്ന് വെച്ചാൽ കൺമഷി. ഒരു കൺമഷി വരുത്തുന്നു ഗുരു. എന്ത് മഷിയത്? ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്ന കൺമഷി വരുത്തുന്നു. വളരെ ഫിഗറേറ്റീവാണ്. അല്ല, ജ്ഞാനം എന്ന് പറഞ്ഞ സാധനത്തിനെ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് അരച്ച് കലക്കി കണ്ണിൽ കഴുകല്ല. ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന. അടഞ്ഞ കണ്ണിനെ തുറപ്പിക്കുന്നു. മീൻസ് ഹി ഈസ് ഗിവിങ് യു ആൻ ഇൻസൈറ്റ് ഇൻ ടു ദ ട്രൂത്ത്. തസ്മൈ ശ്രീ ഗുരവേ നമ. ഹി ഗിവ്സ് എൻ ഇൻസൈറ്റ് ഇൻ ടു ദ ട്രൂത്ത്. സത്യത്തിലേക്കുള്ളൊരു വെളിച്ചം വീശുന്നു നിൻ്റെ കണ്ണിലൂടെ. കണ്ണ് നിനക്ക് തുറക്കാൻ പറ്റിയിരുന്നില്ല, കാരണം നിൻ്റെ കണ്ണ് തിമിരമായിരുന്നു. അജ്ഞാനം കൊണ്ട് പിടിച്ച തിമിരമായിരുന്നു കണ്ണിൽ. അതുകൊണ്ട് നിനക്ക് സത്യം കാണാൻ പറ്റുമായിരുന്നില്ല. അസത്യം നീ സത്യമാണെന്ന് വിശ്വസിച്ചു. നീ സാധാരണ കാണുന്ന ഞാനാണ് ശരിക്കുള്ള ഞാൻ എന്ന് വിചാരിച്ചു. ശരിക്കുള്ള ഞാൻ എന്നുള്ള പറഞ്ഞ വ്യക്തിയെ നിനക്ക് കാണാനും പറ്റുന്നില്ല. അത് തിമിരംകാരനാണ്. അജ്ഞാന തിമിരാന്തസ്യ തത്വമസി എന്നുള്ള ഉപദേശം കിട്ടിയപ്പോൾ നീ ആരാന്ന് നിനക്ക് മനസ്സിലായി. ആ പ്രവൃത്തിയിലൂടെ നീ നീങ്ങി. ആ കർമ്മരംഗം നീ ഏറ്റെടുത്ത് സത്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഭഗവാൻ നിൻ്റെ ഒപ്പം നിന്നു. എൻ്റെ കണ്ണിൽ ചെറിയൊരു മഷി ഇട്ട പോലെ എന്താ പറ്റിയത്? ജ്ഞാന അഞ്ജനശലാകയ. അഞ്ജന മീൻസ് കൺമഷി, കറുത്ത കൺമഷി. ചക്ഷുരുന്മീലിതം യേന. എന്നിട്ട് കണ്ണു കഴിക്കാൻ പറഞ്ഞു. ഉന്മീലനം ചെയ്തു കണ്ണിനെ. ശരിക്കുള്ള കാഴ്ച നിനക്ക് കിട്ടി. സത്യത്തിനുണ്ട് ഒരു ഉൾക്കാഴ്ച കിട്ടി. ഓ ദിസ് ഈസ് വേൾഡ് അല്ലേ? ഓ മൈ ഗോഡ്, വാട്ട് എ ഫൂൾ ഐ വാസ്. യെസ്, യു ആർ എ ഫൂൾ. തസ്മൈ ശ്രീ ഗുരവേ നമ. ഈ ശ്ലോകം കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അറിവ് നൽകിയെന്നർത്ഥം, ജ്ഞാനം നൽകിയെന്നർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ആചാര്യന്മാരും പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും എന്താ പറയുക, മഹർഷികളും ഭഗവാന്മാരും എല്ലാവരുടെയും മതം എന്താ? എല്ലാവരുടെയും അഭിപ്രായം എന്താ? ഏകമായിട്ടുള്ള അഭിപ്രായം ഈശ്വരാശ്രയം, ശരണാഗതി. ഇവ മാത്രമേ ഇതിൽ നിന്ന് ഇതിനൊരു സിദ്ധൌഷധമുള്ളൂ. ഈ തമസ് മാറി ജ്യോതിഷിലേക്ക് എത്താൻ തമസോ മാ ജ്യോതിർഗമയ. ഈ വഴി മാത്രമേ ഉള്ളൂ. ഈ ഗുണ്ടാമുണ്ടി ഊരാക്കുടുക്ക് ആരാണ് ഉണ്ടാക്കിയത്? ആരാ ഉണ്ടാക്കിയത്? ഭഗവാന്റെ മായല്ലേ? ഭഗവാന്റെ മായ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയല്ലേ അല്ലേ? അപ്പോൾ അതൊക്കെ ആരാ അഴിക്കേണ്ടത്? ഈ കെട്ട അഴിക്കേണ്ടത്, ഈ ഊരാക്കുടുക്ക് അഴിക്കേണ്ടത്, ഈ ഗുണ്ടാമുണ്ടിയിൽ നിന്ന് പുറത്ത് വരുത്തേണ്ടത് ആരാ? ആ ചെയ്ത ആൾ തന്നെ, കട്ടിച്ച ആളെ കൊണ്ട് തന്നെ വിഷം ഇറക്കാനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. പ്രാർത്ഥനയും വേണം, പ്രയത്നവും വേണം. വെറുതെ പ്രാർത്ഥിച്ചിരുന്നിട്ട് കാര്യമില്ല. ഭഗവാനേ ഒന്ന് കണ്ണൊന്ന് തുറപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതിന് പ്രയത്നിക്കണം. ഈ മായാവലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടാൻ പ്രാർത്ഥനയും വേണം, പ്രയത്നവും വേണം. എളുപ്പമെന്ന് വിചാരിച്ചോ? ഇങ്ങനെയെങ്കിലും അങ്ങോട്ട് ചാടി പുറത്ത് ചാടാന്ന് ചോദിച്ചോ? നടക്കില്ല. പ്രയത്നിക്കുക തന്നെ വേണം, കർമ്മം ചെയ്യുക തന്നെ വേണം, പ്രാർത്ഥനയൊപ്പം വേണം. രണ്ടും വേണം. കർമ്മം മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പ്രയത്നം ആൻഡ് പ്രാർത്ഥന, ബോത്ത്. ഓക്കെ, പ്രാർത്ഥിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പൂജാമുറയൊക്കെ ഉണ്ട് വീട്ടിൽ, ഭാര്യ വിളക്കൊക്കെ കത്തിക്കാറുണ്ട്. അവിടെ ചെന്ന് 2 മിനിറ്റ് ഇരുന്നാൽ പോരെ? പ്രാർത്ഥിക്കില്ല, അത് കഴിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ എന്ത് പ്രയത്നം ഞാൻ ചെയ്യാം?
എന്ത് പ്രയത്നമാണ് നമുക്ക് ചെയ്യേണ്ടത് ഈ മായ മറികടക്കാൻ? അതിനാണല്ലോ 3 മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഭഗവാൻ. ഭക്തി, കർമ്മം, ജ്ഞാനം. ഇഷ്ടമുള്ളത് അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാമല്ലോ, ഇല്ലേ? ഏത് മാർഗം വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുത്തൂടെ? ഒരാൾക്ക് മനസ്സ്, ഹൃദയമാണ്, പെർസെൻറ്റേജ് ഓഫ് ഹാർട്ട് ഈസ് ഗ്രേറ്റർ ഇൻ യുവർ പേഴ്സണാലിറ്റി, ഗോ ഫോർ ഭക്തി. ചിലവർക്ക് ബുദ്ധി, ഇൻ്റലക്ട് ഈസ് ഗ്രേറ്റർ ദാൻ എമോഷൻ. ഇത് അങ്ങനെയില്ലേ? ഇൻ്റലക്ച്വൽ ഡോമിനേഷൻ ഓവർ എമോഷൻസ്, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവർക്ക് എമോഷനൊന്നും വലിയ കാര്യമില്ല. ഒരാൾ ഭക്ഷണം കിടന്നാലോ ഒരാൾ ചെയ്താലോ അതൊന്നും അവർക്ക് ദേ ഡോണ്ട് ബോദർ. അത് ദാറ്റ്സ് ഓക്കെ. ബട്ട് ഹീ ഈസ് വെരി ഇൻ്റലക്ച്വൽ, ഈസ് എ സയൻറ്റിസ്റ്റ് നമ്പർ 1. അസാമാന്യ കൂർമ്മ ബുദ്ധിയാണ്. അങ്ങനത്തെ ആൾക്കാരില്ലേ? ഗോ ഫോർ ജ്ഞാനയോഗം. അണ്ടർസ്റ്റാൻഡ് ഭഗവാൻ ത്രൂ ജ്ഞാനം, അണ്ടർസ്റ്റാൻഡ് ഭഗവാൻ ത്രൂ ഭക്തി. എനിക്കിപ്പോൾ അങ്ങനെ വലിയ ജ്ഞാനമൊന്നും പറയില്ല കേട്ടോ കയ്യിലേ. ഉച്ചക്ക് പുസ്തകം വായിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ കാര്യമായിട്ട് റിസർച്ച് നടത്തി പേപ്പർ സബ്മിറ്റ് ചെയ്യിപ്പിച്ച് PhD എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ബുദ്ധിരാക്ഷസനൊന്നല്ല ഞാൻ. എന്നാ വേണ്ട, ഭക്തിയോഗത്തിൽ പൊക്കോളൂ. ഓ, അങ്ങനെ ഇപ്പം അങ്ങോട്ട് ഭഗവാൻ ഗുരുവായൂരപ്പനാണ് എല്ലാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകാനുള്ളൊരു മനസ്സും ഇല്ലേക്ക്. ഓ ഓ, അത് ശരി, അതും വയ്യ അതും വയ്യ. അപ്പം എന്നൊരു കാര്യം ചെയ്യുക, കർമ്മയോഗം എടുത്തോളൂ. നിങ്ങൾ എന്ത് പണിയപ്പോൾ ചെയ്യണം? തപാൽ ഓഫീസിൽ ജോലി എടുക്കുകയാണോ? പ്യൂണാണോ? അതോ സ്കൂളിൽ മാസപ്പടിയാണോ? അതോ ഹൈക്കോടതി ജഡ്ജിയാണോ? അതോ ഇപ്പോൾ അടുത്ത പ്രസിഡൻ്റ് ഇലക്ഷനോ ഇന്ത്യൻ പ്രസിഡൻ്റ് ആവാൻ പോവുകയാണോ? ആരാ നിങ്ങൾ? ഇപ്പം നിങ്ങൾ എടുക്കുന്ന ജോലി എന്താ? അപ്പം ഞാൻ എടുക്കുന്നത് ഒരു ബീഡി കമ്പനിയിൽ തിരയ്ക്കാൻ പോവുക. ബീഡി തര ചെയ്യണം. ആ മതി, അവിടെ ഇരുന്നാൽ മതി. അത് മര്യാദയ്ക്ക് തരച്ചു കൊടുക്കൂ, മായമില്ലാതെ കലർപ്പില്ലാതെ ഈശ്വര അർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട്. നിങ്ങൾ ബുദ്ധിരാക്ഷസനല്ല, ബുദ്ധിവൈഭവമൊന്നും നിങ്ങൾക്കില്ല, അത്ര വലിയ എമോഷനും നിങ്ങൾക്കില്ല, ആ ഒരു ഭഗവാനായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ളൊരു കഴിവും നിങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളുടെ യുവർ ഡെക്സ്റ്ററിറ്റി ഓഫ് ഫിംഗേഴ്സ്, അതിങ്ങനെ ബീഡി ഇങ്ങനെ ചുരുട്ടാനുള്ളൊരു കഴിവുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അസാമാന്യമുണ്ട്. അത് മതി. അത് ചെയ്യുന്ന കർമ്മം കർമ്മയോഗമാക്കി മാറ്റൂ. ഓ, അങ്ങനെ ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്യാം. അപ്പം ഭക്തിയോഗോ ജ്ഞാനയോഗോ കർമ്മയോഗോ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുത്തോളൂ. ചെയ്യുന്ന കർമ്മത്തിൽ മനസ്സ് ശുദ്ധമായിട്ടിരിക്കുക. രമണ മഹർഷി ഉപദേശസാരത്തിൽ പറയും, ഹൃസ്ഥലേ മന സ്വസ്ഥിത ക്രിയാ ഭക്തിയോഗബോധാശ്ച നിശ്ചയം. ഹൃസ്ഥലേ മന സ്വസ്ഥത ക്രിയ, ക്രിയ മീൻസ് കർമ്മ, ഭക്തി ഭക്തി, യോഗ ബോധ ബോധ മീൻസ് നോളജ്, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ബോധശ്ച നിശ്ചയം, നിശ്ചയമായിട്ടും ഒരു ഇളക്കവും കൂടാതെ ഹൃസ്ഥലേ മന, മനസ്സിനെ ഹൃദയമാകുന്ന ആത്മസ്വരൂപത്തിൽ സ്വസ്ഥമാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കർമ്മം, ഭക്തി, ജ്ഞാനം എന്നീ യോഗമാർഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അൾട്ടിമേറ്റ് പർപ്പസ് എന്താ? നിങ്ങൾ കർമ്മയോഗി ആയാലും കൊള്ളാം, ഭക്തിയോഗി ആയാലും കൊള്ളാം, ജ്ഞാനയോഗി ആയാലും കൊള്ളാം. എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം? എല്ലാവർക്കും എല്ലാ രീതിയിലും മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് ജ്ഞാനം കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റും, ചിലർക്ക് എമോഷൻ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റും, ചിലർക്ക് കർമ്മം കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റും. ആരും മോശക്കാരില്ല. ഒരാൾക്ക് തൊപ്പിയുണ്ട്, ഒരാൾക്ക് ബെൽറ്റ് ഉണ്ട്, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഹൃസ്ഥലേ മന, മനസ്സിനെ ഹൃദയമാകുന്ന ആത്മസ്വരൂപത്തിൽ സ്വസ്ഥത ക്രിയ, സ്വസ്ഥ ആത്മസ്വരൂപത്തിൽ, ക്രിയാ ഭക്തിയോഗ ബോധ നിശ്ചയം. മനസ്സിനെ ഹൃദയമാകുന്ന ആത്മസ്വരൂപത്തിൽ യാതൊരു ചിന്തകളും വേറെ ഇല്ലാതെ മനസ്സിനെ പിടിച്ചു നിർത്തി കോൺസെൻട്രേറ്റഡ് മൈൻഡ് ആയിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് നിങ്ങളുടെ കർമ്മം ചെയ്യേ, ഭഗവാനെ ഭജിക്കേ, അതോ നിങ്ങളുടെ ജ്ഞാനത്തിൽ ഏർപ്പെടുക, എന്ത് വേണമെങ്കിൽ ചെയ്തു.
അതുകൊണ്ടാണ് ഈ മാർഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഭഗവാൻ. കാരണം ഇതിൽ നിന്ന് പിടിവിടുക എന്ന് പറയുന്നത് എളുപ്പമല്ല എൻ്റെ കുട്ടി. ഈ മായയിൽ നിന്ന് പിടിവിടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അത് ഉണ്ടാക്കിയിട്ടുള്ള ആൾ അങ്ങനത്തെ ആളാണ്. ആ ചക്രവ്യൂഹം ചമച്ചിട്ടുള്ള ആളുണ്ടല്ലോ, അത് അങ്ങനത്തെ ആളാണ്. ആ ആളുടെ കൈപ്പടിയിൽ ചൊൽപ്പടിയിലിരിക്കുന്ന സ്വന്തം മായയാണ് ഈ പറയുന്ന സാധനം. നമ്മുടെ കാര്യം പോട്ടെ, ജ്ഞാനികളുടെ മനസ്സിനെ പോലും മോഹിപ്പിച്ചുകൊണ്ടാണ് മഹാമായ എന്നറിയപ്പെടുന്നത്. എത്ര എത്ര ജ്ഞാനികളുടെ മനസ്സിനെ മോഹിപ്പിച്ചു. വിശ്വാമിത്രൻ ഇത്യാദി, ദുർവാസാവ്, എത്ര മഹാന്മാരുടെ ജ്ഞാനികളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയവൻ. മാർക്കണ്ഡേയ പുരാണത്തിൽ ദേവി ഭാഗവതത്തിൽ 1-ാം അധ്യായത്തിൽ പറയലോ, ജ്ഞാനിനാം അഭിചേതാംസി ദേവി ഭഗവതീ ഹി സാ ബലാകൃഷ്ടായ മോഹായ മഹാമായ പ്രയശ്ചതി. ബലാദാകൃഷ്ടമോഹായ, ആകൃഷ്യമോഹായ, ആകൃഷ്ടമോഹല്ല, ആകൃഷ്യമോഹായ, ബലാദ് ആകൃഷ്യമോഹായ. എന്തോ ഒരു ബലം ചെയ്ത് നമ്മളെ പിടിച്ചു വലിക്കണ പോലെയാണ് മായയിലേക്ക് നമ്മളെ പിടിച്ചു വലിക്കുക. ആരെ ജ്ഞാനീനാമപി ചേതാംസി, ജ്ഞാനികളുടെ മനസ്സിനെ പോലും, അവരുടെ ചേതസ്സിനെ പോലും, അവരുടെ മനസ്സിനെ പോലും. ബലാദിവ നിയോജിത എന്ന് പറയില്ലേ, അധ കേന പ്രയുക്താനം പാപം ചരതി പൂരുഷ അവിനിശ്ചിന്ന വാഷ്ണേയ ബലാദിവ നിയോജിതാത്. അപ്പം ജ്ഞാനികളുടെ ചേതസ്സിനെ പോലും ജ്ഞാനീനാം അഭിചേതാംസി ദേവി ഭഗവതീ, ഭഗവതി തന്നെയാണ്. ഹി സാ, സാ എന്ന് വെച്ചെങ്കിൽ ഭഗവതി, ഹി എന്ന് വെച്ചെങ്കിൽ തന്നെ, യാതൊരു സംശയമില്ല, ഇത് ഭഗവതി തന്നെയാണ്. മീനിങ് ഭഗവാന്റെ മായ തന്നെയാണ് അതിനെ പിടിച്ചു വലിക്കുന്നത്. തന്നെ മായ എന്ന് പറയുന്ന മായയിലേക്ക് പിടിച്ചു വലിക്കുന്നത്. ഞാൻ എന്ന പദാർത്ഥത്തെ നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്, നീ അല്ലാത്തൊരു പദാർത്ഥത്തിനെ ഞാനാണെന്ന് തിരിച്ചറിയുന്നത്, ഇതെല്ലാം മായയുടെ പണിയാണ്. മായ മീൻസ് ഭഗവാന്റെ പണിയാണ്. ദേവി ഭഗവതീ ഹി സാ, ഭഗവതി ഹി സാ, ഇവരെന്നെയാണ്. ബലാദാകൃഷ്യമോഹായ, ആകൃഷ്യമോഹായ മഹാമായ പ്രയശ്ചതി. മനസ്സിലായില്ലേ? പക്ഷെ ഇത് പ്രയത്നിക്കാനേ പ്രയാസമുള്ളൂ കേട്ടോ, തുടങ്ങാനേ പ്രയാസം. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജോമെട്രിക്കൽ പ്രോഗ്രഷനിൽ ഇങ്ങനെ പോവും. ടപ്പ് 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 എന്ന് വെച്ചാൽ വെച്ചടി കയറ്റാവും. പിന്നെ തുടങ്ങാൻ സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഇത് കർമ്മയോഗ ആയാലും ശരി, ജ്ഞാനയോഗ ആയാലും ശരി, ഭക്തിയോഗ ആണെങ്കിലും ആ ഗ്രൂവിൽ അങ്ങോട്ട് പെട്ട് തുടങ്ങണ്ടേ, എൻജിൻ അങ്ങോട്ട് സ്റ്റാർട്ടാവണ്ടേ. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, പിന്നെ ഫ്രീ ഫ്ലോ, പിന്നെ അങ്ങനെ പൊക്കോളും. നമ്മൾ വിചാരിക്കാത്ത സ്പീഡിൽ ഇങ്ങനെ പൊക്കോളും. പക്ഷെ തുടങ്ങില്ല, സ്റ്റാർട്ടിങ് ട്രബിളാണ് നമുക്കൊക്കെ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ഇത് രണ്ടുമുണ്ട്, ക്രിയാശക്തി ഇല്ല. അവിടെയാണ് കുഴപ്പം വന്നത്. ഇച്ഛാശക്തി ഉണ്ട്, ജ്ഞാനശക്തി ഉണ്ട്, ക്രിയാശക്തി ഇല്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് പറയുമ്പോൾ അത് പിന്നാക്കം, അതിന് ധൈര്യമില്ല, അതിന് തുടങ്ങില്ല. നോ ഡിറ്റർമിനേഷൻ, നോ കറേജ്, നോ ഫോർട്ടിറ്റ്യൂഡ്. ധൃതി എന്ന് പറഞ്ഞ സാധനം നമുക്കില്ല. അതുണ്ടെങ്കിൽ തുടങ്ങാനേ ബുദ്ധിമുട്ടുള്ളൂ. പ്രവൃത്തി തുടങ്ങാനാണ് പ്രയാസം. പ്രയത്നിച്ച ക്ഷണം കാര്യം നടക്കും. ലോലമം ക്ഷണമേ വേണ്ടു ബോധമുള്ളിൽ ജനിക്കാനും മാലണയ്ക്കും തമസാകെ മാഞ്ഞു പോകാനും. നല്ലൊരു ഈരടിയല്ലേ മഹാകവിയുടെ. തമസോമാ ജ്യോതിർഗമയ എന്ന തത്വമാണ് അവിടെ പാടുന്നത്. ലോലമം ക്ഷണമേ വേണ്ടു, ഒരു ക്ഷമേ വേണ്ടോ അല്ലേ? ഒരു ക്ഷമ നേരെ വേണ്ടോ? ജലപ്പറമ്പ് അമ്പൂരിക്ക് എത്രയാ, പിങ്കളയ്ക്ക് എത്രയാ മോക്ഷം കിട്ടാൻ സമയം എടുത്തത്? ധ്രുവൻ എത്ര സമയം എടുത്തു? അബ്ധാർത്ഥേന ഹരിം പ്രസന്നമകരൗ ദൗത്താനപാതി ശിശു സപ്താഹേന നിർവ പരീക്ഷിത് അബല യാമാർത്ഥത പിങ്കള ഖട്വങ്കോ ഘടികദ്വയേന നവതിം പ്രായോവി തം നവ്യഥേ തം കാരുണ്യനിധിം പ്രപദ്യ ശരണം തേഷായുഷാ തോഷയാ
ബാക്കിയുള്ള ആയുസ് മതി ഭഗവാൻ, എനിക്ക് പേടിയൊന്നുമില്ല. ദേവരെ നന്ദൊന്നായിട്ട് നടന്നു വെച്ചിട്ട് എനിക്ക് പേടിയൊന്നുമില്ല, എനിക്കൊരു സെക്കൻഡ് മതി. അങ്ങ് ഒരു സെക്കൻഡിന് ഖട്ടുവങ്ങനെ മോക്ഷം കൊടുത്തില്ലേ? ഒരു യാമം കൊണ്ട് പിങ്ങളയ്ക്ക് മോക്ഷം കൊടുത്തില്ലേ? 7 ദിവസം കൊണ്ട് സപ്താഹം പറയിപ്പിച്ചിട്ട് രാജാവിന് മോക്ഷം കൊടുത്തില്ലേ? പരീക്ഷിത രാജാവിന്. ധ്രുവന് 6 മാസം കൊണ്ട് മോക്ഷം കൊടുത്തില്ലേ? എനിക്ക് അത്രയും സമയം വേണ്ട. ഈ 90 വയസ്സായിട്ട് ദേവരങ്ങനെ മൗഢ്യമായിട്ടാണ് ജീവിച്ചിരുന്നത്. എന്താണ് ഇപ്പോൾ ചെയ്യുക? ഇനി ഐ ഡോണ്ട് ലുക്ക് ബാക്ക്. ഐ ആം നോട്ട് എ പെസിമിസ്റ്റ്, ഐ ആം നോട്ട് ഓപ്റ്റിമിസ്റ്റ്. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. അതാണ് പറയുന്നത്. ലോലമം ക്ഷണമേ വേണ്ടു, ഒരിട്ട ക്ഷണമേ വേണ്ടു, ബോധമുള്ളിൽ ജനിക്കാനും. മനസ്സിലായോ? മാലണയ്ക്കും തമസാകെ മാഞ്ഞു പോകാനും. അതിനൊരു സമയം വേണ്ടു, ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡേ വേണ്ടു അതിന്. പക്ഷേ അങ്ങനെയുള്ള ഹൃദയശുദ്ധിയോടുകൂടി നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ നാമം. നൈകമായ. നമുക്കിവിടെ നിർത്താം. ലളിതാ സഹസ്രനാമത്തിലും ഈ ഒരു നാമം വരുന്നുണ്ട്, അതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. മഹാമായ എന്നുള്ള നാമം അവിടെയും വരുന്നുണ്ട്. മഹാരൂപ, മഹാപൂജ്യ, മഹാപാതകനാശിനി, മഹാമായ, മഹാസത്വ, മഹാശക്തിർമഹാരഥി. മഹാമായ, മഹാസത്വ, മഹാശക്തിർ, മഹാരഥി. മഹാമായ എന്നുള്ള പേര് തന്നെ അവിടെ വിഷ്ണു സഹസ്രനാമമായ മഹാമായ എന്നുള്ള പേരുണ്ട്, വന്നിട്ടുണ്ട്. അതീന്ദ്രിയോ മഹാമായ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ ആ മായ ലളിതാ സഹസ്രനാമത്തിലുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും, എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് ചങ്ങമ്പുഴ എഴുതിയ പോലെ, എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഈ മായ വിട്ട് കളിക്കാൻ നമുക്ക് പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സൂക്ഷിക്കുക. ആകപ്പാട് നമ്മളുടെ കയ്യിലുള്ള ആകപ്പാട് സ്ലോഗൻ എന്താ? ആന്തരികമായിട്ട് നമ്മൾ പറയേണ്ട സ്ലോഗൻ, നമ്മളോട് തന്നെ പറയേണ്ട ഒരു സ്ലോഗൻ ശങ്കരൻ പറഞ്ഞ സ്ലോഗൻ തന്നെ, തസ്മാത് ജാഗ്രത ജാഗ്രത. സൂക്ഷിക്കുക. ബി അവെയർ ആൻഡ് ബിവെയർ. മനസ്സിലാക്കുക, സൂക്ഷിക്കുക. ബി അവെയർ ആൻഡ് ബിവെയർ. അതാണ് മഹാമന്ത്രം സംസാരികൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിന്നിവിടെ നിർത്താം. ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവാനേ, കൃഷ്ണ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ.